ഹായ്, അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗ്രീൻ പീസ് കറിയും അതേപോലെ തന്നെ ചപ്പാത്തിയാണ്, മടക്കി ചപ്പാത്തി. അപ്പോൾ അതിനായിട്ട് അടുപ്പത്ത് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് തക്കാളി ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിനകത്തോട്ട് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, നമ്മൾ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ആണ്ട് തന്നെ നല്ല പൊടിയാണ്, ഇച്ചിരി കൂടുതലിട്ട് കൊടുക്കാം. പിന്നെ ഒരു സ്വല്പം ഗരം മസാല, സ്വല്പം പെരിഞ്ജീരകം, സ്വല്പം മല്ലിപ്പൊടി. അപ്പോൾ ഇത്രയും ഇട്ട് കുക്കറിനകത്ത് നമ്മൾ അടിച്ച് വെച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിനുള്ള ചപ്പാത്തി മാവ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഉപ്പും വെള്ളമൊക്കെ വെച്ച് നല്ല പച്ചവെള്ളം ഒഴിച്ച് കുഴച്ച് എടുത്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഉരുളകളാക്കി എടുക്കാം. മടക്കപ്പാത്തി ആകുമ്പോഴത്തേനും നല്ല കറിയില്ലാതെ തന്നെ കഴിക്കാം കേട്ടോ. നല്ല ഇതളായിട്ട് വരും. ഞാൻ കാണിച്ചു തരാവേ. ഇതിപ്പോൾ ഞാനുള്ള ഉരുളയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ പ്രസ്സിനകത്ത് നിൽക്കുമ്പോഴത്തേന് ഈ പ്ലാസ്റ്റിക് കവറിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ നെങ്ങി കിട്ടത്തില്ല കേട്ടോ. ഉണ്ടോ, ചെറുതായിട്ടേ വരത്തുള്ളൂ. ഇത് ഞാനിനി പ്ലാസ്റ്റിക് കവർ ഇട്ടതിന് ശേഷം എനിക്ക് കാണിക്കാവേ. അപ്പോൾ ഇതുപോലുള്ള പ്രസ്സിനകത്ത് നമ്മൾ പ്ലാസ്റ്റിക് കവർ മുറിച്ചിടുന്നത് നല്ലതാണ്. പെട്ടെന്ന് നല്ല രീതിയിൽ എളുപ്പത്തിൽ നമുക്ക് പിന്നെ ഉരുളകളൊക്കെ എടുത്ത് നെക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ നോക്കിയാൽ പ്ലാസ്റ്റിക് വെച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഇതേപോലെ വെച്ച് കൊടുക്കുമ്പോഴത്തേന് ഇച്ചിരി വലുപ്പത്തിൽ തന്നെ മടക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല രീതിയിൽ നെങ്ങി കിട്ടും കണ്ടോ, നല്ല രീതിയിൽ പരന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ പ്ലാസ്റ്റിക് 2 പീസാക്കാതെ ഒറ്റ പീസായിട്ട് വെക്കാം. ഞാനിപ്പോൾ 2 പീസാക്കിയതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കുമ്പോഴത്തേനും നോക്കിയോ, നല്ല ഇതളുകളായിട്ട് തന്നെ വരും. നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്, ചപ്പാത്തി ഗ്രീൻ പീസ് കറിയും. വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. മാവ് കുഴച്ച് ഒരുപാട് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉണ്ടോ, നല്ല പൊള്ളിച്ച് വരുന്നുണ്ട്. ഞാനത് അടർത്തിയിട്ട് കാണിക്കാം. ആദ്യം 2 ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് എല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. മടക്കി വെച്ചിട്ട് ചുടുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇത്രയും കൂടെ ഒന്ന് അയഞ്ഞ് കിട്ടും. മടക്കി വെച്ചതിന് ശേഷം ഒരു ലാസ്റ്റ് ആകുമ്പോഴത്തെ നമ്മൾ ചുട്ടെടുത്താൽ കണ്ടോ, നല്ല ഇതളുകളായിട്ട് ചൂടായതുകൊണ്ട് പിടിക്കാൻ വയ്യണ്ടോ. നല്ല എളുപ്പത്തിൽ തന്നെ നല്ല ഇതളുകളായിട്ട് വന്നിട്ടുണ്ട്. പല്ലില്ലാത്ത ഉമ്മാമാർക്ക് പോലും നല്ല രീതിയിൽ കഴിക്കാനായിട്ട് പറ്റും. നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്കിനി ഗ്രീൻ പീസ് കറിയും കൂട്ടി ഒന്ന് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇതിനായിട്ട് ഒരുപാട് ചാറ് വെക്കേണ്ട കാര്യമില്ല. നമുക്ക് മുക്കി ഇതുപോലെ കഴിക്കാവുന്നേ ഉള്ളേ. നല്ല ചൂടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളേ.